നമസ്തേ. 2000 വർഷം മുമ്പ് യോസഫ് എന്ന് പറയുന്ന ഒരു കാർപ്പൻ്റർ മറിയ എന്ന് പറയുന്ന ഒരു യഹൂദ സ്ത്രീയുമായിട്ട് വിവാഹസമ്മതം നടത്തുന്നു. എന്നാൽ അവർ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറിയ ഗർഭിണിയായി കാണപ്പെട്ടു. അപ്പോൾ യോസഫ് തീരുമാനിച്ചു, എങ്കിൽ ഇവളെ വിവാഹം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചു. ന്യായമാണല്ലോ. യോസഫ് അറിയാണ്ട് ഗർഭിണിയായതൻ. അങ്ങനെ അയാൾ തീരുമാനിച്ചിരിക്കെ കർത്താവിൻ്റെ മാലാഖ അയാളുടെ മുമ്പിൽ അയാളുടെ സ്വപ്നത്തിൽ വന്ന് പറയാണ്, ഇവളെ ഗർഭിണിയാക്കിയത് കർത്താവാണ്, അതുകൊണ്ട് നീ ഇവളെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ പ്രതിശ്രുത വധുവിനെ ഗർഭിണിയാക്കിയ കശ്മലൻ നിങ്ങളോട് വന്ന് പറയണേ, നിങ്ങളവളെ കല്യാണം കഴിക്കണം, എൻ്റെ വിഴുപ്പ് നിങ്ങൾ ചുമക്കണം, ഞാനാണ് അവളെ ഗർഭിണിയാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളവളെ കല്യാണം കഴിക്കുമോ? ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ബൈബിളിലെ പുരുഷ സങ്കല്പമാണത് യോസഫ്. നട്ടല്ലില്ലാത്ത ഒരു നാറി, അതാണ് യോസഫ്. മനസ്സിലായോ? ഇപ്പോൾ എന്തുകൊണ്ട് പുരുഷന്മാർ ഇങ്ങനെ ആയെന്ന് ചോദിച്ചാൽ ഇത് ഈ കഥകളാണ് കാരണം. ഇത്തരം കഥകളാണ് പ്രചാരത്തിലുള്ളത്. പിന്നെ ഇത് മാത്രമല്ല, മത്തായിയുടെ പുസ്തകം 1-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നത്, ഓക്കെ, യോസഫ് മറിയ ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ യോസഫ് മറിയയുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം യോസഫ് അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലേ? അങ്ങനെയാണെങ്കിൽ മറിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഗർഭിണിയായവളാണ്, ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണ്, അത് കഴിഞ്ഞിട്ട് യോസഫുമായിട്ട് സെക്സ് ചെയ്തവളാണ്. പക്ഷേ ക്രിസ്ത്യാനികൾക്ക് മറിയ ഇപ്പോഴും നിത്യകന്യകയും. ഇങ്ങനെയുള്ളൊരു വൃത്തികെട്ട സ്ത്രീയെ നിത്യകന്യകയായ പരിശുദ്ധ മറിയമേ, കന്യാമറിയമേ എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ സ്ത്രീകളൊക്കെ ഇന്ന് കാണുന്നത് പോലെ ഫെമിനിസ്റ്റുകളായി മാറും. അതിൽ യാതൊരു സംശയവും വേണ്ട, അതങ്ങനെ സംഭവിക്കുള്ളൂ. ഇനി മറ്റൊരു കാര്യം കൂടി, അതായത് 12 വയസ്സുള്ളപ്പോൾ യേശുവിനെ കാണാതെ പോകുന്നുണ്ട്. കാണാതെ പോയിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ ഒരു കണ്ടെത്തും. അപ്പോൾ മറിയ യേശുവിനോട് പറയും, മകനെ, നിന്നെ കാണാതെ ഞാനും നിൻ്റെ പിതാവും ഞാനും എന്ന് പറഞ്ഞ് യോസഫിനോട് ചൂണ്ടിക്കാണിക്കണേ എത്രമാത്രം വിഷമിച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുന്നത്, മറിയോട് പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കണമെന്ന് നിനക്കറിഞ്ഞുകൂടേ എന്നാണ് പറയുന്നത്. അതായത് നീ ചൂണ്ടിക്കാണിക്കുന്നവനല്ല എൻ്റെ പിതാവെന്ന് നിനക്കറിഞ്ഞുകൂടേ എന്നാണ് അതിൻ്റെ പൊരുൾ. അത് വായിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ മറിയക്കും യോസഫിനും യേശു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് ഈ മറിയയുടെ മുമ്പിൽ യേശുവിനെ ഗർഭിണിയാണതിന് മുമ്പേ മറിയനോട് വന്നിട്ട് അവളുടെ സമ്മതം ചോദിച്ചു, മാലാഖ വന്നു എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പച്ചക്കള്ളമാണെന്നാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിരുന്നെങ്കിൽ അവൾ ഒരിക്കലും അത് മറക്കില്ലായിരുന്നു. അതുപോലെ യോസഫിൻ്റെ അടുത്ത് ഒരു മാലാഖയും വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മറിയനെ ഗർഭിണിയാക്കി, പക്ഷേ ആ ഗർഭിണിയായ വിവരം യോസഫിന് അറിയാൻ പാടില്ലായിരുന്നു, മറിയക്കും അറിയില്ലായിരുന്നു ഈ കുഞ്ഞിൻ്റെ അച്ഛൻ യോസഫ് അല്ല എന്ന്. അതാണ് അതിൻ്റെ പൊരുൾ. നന്ദി, നമസ്തേ.